ഡിപ്രഷൻ, വിഷാദരോഗം. എന്താണ് ഡിപ്രഷൻ? ഡിപ്രഷൻ എന്നത് ഒരു വ്യക്തിയുടെ സങ്കടമോ വിഷമമോ ആയ അവസ്ഥ മാത്രമല്ല, എന്നാൽ അവരുടെ ചിന്തകളെയും പെരുമാറ്റത്തെയും വികാരത്തെയും ഒക്കെ സ്വാധീനിക്കുന്ന ഒരു മാനസിക രോഗാവസ്ഥയാണ്. നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് വിഷാദ രോഗം വരുന്നത്. ഒരു വ്യക്തിക്ക് അവരുടെ അകാരണമായ എനിക്ക് തോന്നുന്നത് ഒരുപാട് വർഷക്കാലം മുൻപ് നീണ്ടു നിൽക്കുന്ന പ്രയാസങ്ങളോ ചിന്തകളെയോ കുറിച്ച് അവർ ഓർക്കുകയും അതിനെക്കുറിച്ച് മാത്രമായി മനസ്സിലാക്കുകയും അല്ലെങ്കിൽ ചിന്തിക്കുകയും അതേപോലെ ശൂന്യതയിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരവസ്ഥ കൂടിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അവർ ആ ശൂന്യതയിലേക്ക് എത്തുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഒക്കെ ചില രാസവസ്തുക്കൾ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. ആ പദാർത്ഥങ്ങളുടെ അഭാവം കൊണ്ടും ഈ രോഗം വരാം. അതായത് ചില വ്യക്തികൾക്ക് ഓരോ തരത്തിലാണ്. ചിലപ്പോൾ ഉറക്ക കൂടുതൽ ഉണ്ടാവാം, അതേപോലെ തന്നെ ചിലപ്പോൾ ഉറക്കക്കുറവും വരാം. വല്ലാത്ത ക്ഷീണം തോന്നാം, വല്ലാത്ത ചിന്തകൾ തോന്നാം, അതേപോലെ ശരീരം ദുർബലമാകുന്ന അവസ്ഥ, തന്നെത്താൻ തോന്നുകയാണ് എനിക്ക് ഒന്നിനും കഴിയുകയില്ല, ഞാൻ അബലയാണ്, അല്ലെങ്കിൽ ഞാൻ ഒന്നിനും കഴിയാത്ത ഒരാളാണ്, എൻ്റെ സമൂഹവും എൻ്റെ കുടുംബവും എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള ചിന്തകളും ഈ കൂട്ടർക്ക് വരാം. ഇത് സ്വാഭാവികമായിട്ടും ജനറ്റിക് ആയിട്ടും വരാം. അതായത് ജനിതക തകരാറുകൾ എന്ന് വെച്ചാൽ പാരമ്പര്യം നമ്മളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് കുട്ടികളിലോ അല്ലെങ്കിൽ വരും തലമുറയിൽ ബാധിക്കാം. മുൻപുള്ള നമ്മളുടെ മുതിർന്ന പൗരന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലുള്ളവർ പറഞ്ഞത് എന്താണ്? ഈ ഡിപ്രഷൻ എന്ന വാക്ക് ഞങ്ങളുടെ കാലത്തൊന്നും ഇതൊന്നും ഉണ്ടായിട്ടില്ല, ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾക്ക് ഒന്നുമില്ല, ഞങ്ങൾ പണിയെടുക്കുന്നു, കുട്ടികളെ വളർത്തുന്നു, കുടുംബം നോക്കുന്നു, ജീവിക്കുന്നു, അതായിരുന്നു അവസ്ഥ. അന്ന് ഞങ്ങൾക്കൊന്നും ചിന്തിക്കാൻ വരെ സമയമില്ല. എന്നാൽ ഇപ്പോഴത്തെ തലമുറ കൊണ്ടുവന്നിട്ടുള്ള ഒരു അസുഖമാണ് ഡിപ്രഷൻ എന്നുള്ള വ്യാജധാരണകളൊക്കെ ഉണ്ട്. അതൊക്കെ തെറ്റാണ്. അങ്ങനെയൊന്നുമല്ല. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക്, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഒരുപക്ഷെ മുതിർന്ന പൗരന്മാരെക്കാൾ അല്ലെങ്കിൽ മുതിർന്ന പഴയ തലമുറയെക്കാളും ഒരുപാട് ചിന്തിക്കാനും ഒരുപാട് കാര്യങ്ങളിലേക്ക് നീങ്ങാനും സൈബർ ടെക്നോളജി വളർന്നപ്പോൾ കുട്ടികൾ ഒരുപാട് വികസിച്ചിട്ടുണ്ട്. അതായത് അവരുടെ ചിന്തകൾ വികസിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് മേഖലയിലേക്ക് മാറാൻ അവർ ശ്രമം നടത്തുന്നുണ്ട്. അപ്പം ഈ കാരണങ്ങളെല്ലാം പഴയ തലമുറയെയും ഈ തലമുറയും വെച്ച് നോക്കുമ്പോൾ വ്യത്യാസങ്ങൾ കാണാം. അതേപോലെ ഡിപ്രഷൻ വന്ന ഒരു വ്യക്തി എപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്? ശൂന്യത മാത്രമാണ് ഇഷ്ടപ്പെടുന്നത്. രാത്രികൾ, ഇരുട്ടിനെ, അങ്ങനെയൊക്കെ അവർ ഇഷ്ടപ്പെടുന്നു. അതേപോലെ അവർക്ക് അമിതമായ ആശങ്ക, അവർക്ക് ചിന്തകളിൽ തെറ്റിദ്ധാരണകൾ, അതേപോലെ വ്യാകുലതകൾ, മുൻപെങ്ങോ മരിച്ചുപോയ ആളുകളെ കുറിച്ചൊക്കെ ആലോചിച്ച് അവർ സങ്കടപ്പെടുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിലുണ്ടാവാം. ഇവർക്ക് നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാം? ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് പ്രധാനമായി ഇതൊരു മാനസിക ആരോഗ്യ അവസ്ഥ ആയതുകൊണ്ട് നമുക്ക് ഇവർക്ക് ഒരു കൺസൾട്ടിങ് കൊടുക്കണം. മരുന്ന് സൈക്യാട്രിയെ കണ്ടിട്ട് അവർക്ക് മരുന്ന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം അവർക്ക് ഒരു കൗൺസിലറെ തേടുക. ഫസ്റ്റ് ബേസിക് കാര്യങ്ങളെല്ലാം കൗൺസിലറുമായി ചർച്ച ചെയ്യുക. എന്നിട്ട് കൗൺസിലർ അതിന് വേണ്ട നടപടികൾ കൊടുത്തതിന് ശേഷം നല്ല ഒരു കൺസൾട്ടന്റിനെ കണ്ടിട്ട് അതിനുള്ള ചികിത്സ നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഈ കൂട്ടരെ എപ്പോഴും ഒറ്റയ്ക്കിരിക്കാതെ അവർക്ക് എപ്പോഴും താങ്ങും തണലും സാന്ത്വനവും കൊടുത്ത് അവരെ കൂടെ കൂട്ടുക. ഒരു രോഗിയാക്കാനോ അല്ലെങ്കിൽ അവരെ വേറെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താനോ ഒരിക്കലും ശ്രമിക്കരുത്. അവർക്ക് എപ്പോഴും സപ്പോർട്ടും സന്തോഷവും സ്നേഹവും സമാധാനവും കൊടുത്ത് കൂടെ കൂട്ടുക. അങ്ങനെ ചെയ്യുന്ന നമ്മളുടെ സമൂഹവും ഇതേപോലെ വിഷാദ രോഗത്തിൽ ഏർപ്പെട്ട ആളുകൾക്കും ഒരുപാട് ആശ്വാസമാവും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഈ രോഗം വന്ന ആളെ ഒരിക്കലും അവരെ ഒറ്റപ്പെടുത്താതെ അവരെ നമ്മളിലേക്ക് ചേർത്ത് നിർത്തി അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പറഞ്ഞു കൊടുക്കുക, അവരെ നമ്മളുടെ കൂടെ ചേർക്കുക, അവർക്ക് സാന്ത്വനം നൽകുക. ഇതാണ് നമ്മൾ പ്രധാനമായും ഈ രോഗികൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഡിപ്രഷൻ വന്ന ആളുകൾക്ക് ചെയ്യേണ്ടത്. ഓക്കെ.